ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ക്രിസ്പി സോയ ഫ്രൈ നോക്കിയാലോ. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഈസി റെസിപ്പി. അപ്പോൾ ടൈം വേസ്റ്റ് ആക്കാതെ നമുക്ക് റെസിപ്പീസിലേക്ക് പോവാം. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സോയ ഇട്ട് കൊടുക്കണം. സോയ നല്ല സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് സോയ എല്ലാം മാറ്റി അതവിടെ വെച്ചേക്കണം. കുറച്ചൊന്ന് അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടി അതവിടെ മാറ്റി വെച്ചേക്കണം. അതിനുശേഷം ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് അതിനകത്ത് ഞാനൊരു സവാളയാണ് എടുത്തേക്കുന്നത്. നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ സോയ എല്ലാം പിഴിഞ്ഞ് മാറ്റിയെടുക്കുക. വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാതെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നല്ലപോലെ ഞാൻ കാണിക്കുന്ന പോലെ പിഴിഞ്ഞെടുക്കണം. 2 കൈയും വെച്ച് പിഴിഞ്ഞെടുത്ത് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ലോ ഫ്ലെയിമിലേ ഇടാവൂ. അപ്പോൾ അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു പുളിയും ആ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടത്തുള്ളൂ. അതിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് വെച്ചേക്കുന്ന സോയ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലായിടവും മിക്സ് ആവുന്ന വിധത്തിൽ, മസാല എല്ലായിടവും പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ കളറൊക്കെ മാറി ഡാർക്ക് കളറാവും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇളക്കി ഇങ്ങനെ കുറുക്കി എടുത്ത് ലാസ്റ്റ് അത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.